ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഉമ്മ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? ഞാനിന്ന് വന്നിട്ടുള്ളത് മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാമല്ലേ നമുക്ക്. അപ്പോൾ വീട്ടിലെ മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ അത് ചെത്തിയിട്ട് ഇങ്ങനെ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളമൊന്നും ഒഴിച്ചിട്ടല്ല, വെറുതെ ഉപ്പ് മാത്രം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതെടുത്ത് നോക്കിയപ്പോഴില്ലേ, നമുക്ക് അച്ചാറിടാതെ തന്നെ വെറുതെ കഴിക്കാനുള്ള നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പം ഞാനതിൽ ഉപ്പിൻ്റെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റിയിട്ട് മാങ്ങ മാത്രം എടുത്തിട്ടുണ്ട്. വെള്ളം കളയണ്ട, വെള്ളം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളിതിലേക്ക് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പച്ചമുളക് ഇതുപോലെ കീറി എടുത്തിട്ടുണ്ട്. എരിവ് നിങ്ങൾക്ക് കൂടിയ കുറേയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ ഉലുവ നല്ല പോലെ തന്നെ വറുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇതൊരു ടീസ്പൂണോളം ഉണ്ട് കേട്ടോ. പിന്നെ കടുകിൻ്റെ പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എരിവിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അത് കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ അച്ചാറിനൊരു കളറൊക്കെ വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ആ വറുത്ത് പൊടിച്ച് വെച്ച ഉലുവയിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടി കട്ടിയുള്ള ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ട് ഞാൻ അതിലേക്ക് എള്ളെണ്ണയും പിന്നെ കടുകെണ്ണയും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചട്ടി നല്ലപോലെ നമ്മൾ ഒഴിച്ച എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അധികം മൂത്ത് ഇതാക്കൊന്നും വേണ്ട, അതിൻ്റെ ഒരു പച്ചപ്പ് വിടുന്നവരെ ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മളുടെ ആ പച്ചമുളകില്ലേ അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം നമ്മളിതിൽ പ്രത്യേകിച്ച് ഉപ്പൊന്നും ഇട്ടിട്ടില്ല, കാരണം നമ്മുടെ മാങ്ങ ഉപ്പിൽ കിടന്നിരുന്നതാണല്ലോ, അതുകൊണ്ട് ഉപ്പ് ഇട്ടിട്ടില്ല. ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ലാസ്റ്റ് ഇടാം കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മളുടെ പച്ചമുളകും വെളുത്തുള്ളിയും ഒരുവിധം വേവായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച മാങ്ങയും കൂടി ഇട്ടിട്ട് നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. എണ്ണയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി യോജിച്ച് വരുന്നത് വരെ നമ്മളതിനെ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം ആ എടുത്ത് വെച്ച മുളകും പൊടിയില്ലേ അതും ഇട്ടിട്ട് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. തീയിൽ നിന്ന് മാറ്റിയിട്ട് വേണം കേട്ടോ, തീ വേണ്ട. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ മറക്കണ്ട, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക, എനിക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ മാങ്ങ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച കടുകിൻ്റെ പരിപ്പും പിന്നെ മറ്റേ ഉലുവയുടെ പൊടിയും കായപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കണം. എന്ന് വെച്ചാൽ അത് അവിടെ ഇവിടെ കട്ട പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ അച്ചാറിന് നമ്മൾ വിചാരിച്ച ടേസ്റ്റ് ഉണ്ടാകില്ല. അപ്പോൾ നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ മുളക് പൊടിക്കൊന്നും കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പം ഞാനതിൽ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഞാനതിൽ ഇടുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ മാങ്ങക്ക് കുറച്ച് പുളിപ്പുണ്ടായിരുന്നു, അപ്പോൾ ആ പുളിപ്പൊക്കെ ഒന്ന് കുറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഞ്ചസാര ഇട്ടത്. ഇതും കൂടി നല്ലപോലെ യോജിപ്പിച്ച് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് ചൂടാറട്ടെ കേട്ടോ. ആ ചൂടാറുന്ന സമയത്ത് ഇത് നല്ലോണം തന്നെ ചൂടാറണം. അപ്പോൾ ആ സമയത്ത് നമ്മൾ 1 ഗ്ലാസ് സൊർക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മാങ്ങയുടെ വെള്ളം ഞാൻ പറഞ്ഞില്ലേ, ആ വെള്ളം 1 ഗ്ലാസും കൂടി ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അതും ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ മാങ്ങയും സൊർക്ക തിളപ്പിച്ചതും ഒക്കെ ചൂടാറിയിട്ടുണ്ട്. ഞാനിനി അതിലേക്ക് സൊർക്ക മാങ്ങയിലേക്ക് ഒഴിക്കണം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. മാങ്ങയും സൊർക്കയൊക്കെ കൂടി നല്ലപോലെ തന്നെ യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാച്ചാറ് റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും വീട്ടിലിത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം എന്നെ അറിയിക്കുകയും വേണം. അപ്പം ഞാനൊരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.